നല്ല അടിപൊളി സീനറിയല്ലേ. നമ്മളിപ്പോ ഒരു മലമുകളിൽ തന്നെ ഉള്ളത് അല്ലേ. എന്തേ നീ കയറണമെന്നൊന്നുമില്ല. നീ കയറണമെന്നില്ല, ഞാൻ കേൾക്കും. കൊറേ പോണ്ട അവിടുന്ന്. അല്ല ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് കയറണമെന്നേ ഉള്ളൂ, പുറത്ത് നിൽക്കാം. എന്തേ അങ്ങനെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈടേടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പുറത്തോട്ടാ? റോഡ് സൈഡ് തന്നെ വരും അത്. പഴയ പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. നമ്മള് ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാന്നേ. മാനന്തവാടിയാ ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പേരുന്ന അങ്ങനല്ല, സ്ഥലത്തിന്റെ പേരുന്ന എടക്കോടി, തൊടക്കോടി, ഒഴക്കോടി. സോറി, ഒഴക്കോടി. ഒഴക്കോടി ശ്രീ അയ്യപ്പൻ ക്ഷേത്രം എന്നാണ് അതിന്റെ പേര്. കാട്ടിന്റെ ഉള്ളിലാ പോലും ഉള്ളത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു സുഹൃത്ത് കൂട്ടി ഇങ്ങനെ പോകുന്നതാണ്. സുഹൃത്തിനെ പരിചയപ്പെടുത്തരാം. നല്ല അടിപൊളി സീനാണ്. നല്ല തണുപ്പാണ് അല്ലേ, നല്ല തണുപ്പാണ്. ഇന്നലെ എങ്ങനെ ഉണ്ടായിട്ടില്ല, ഇന്ന് നമുക്കത് തണുപ്പ് ഉണ്ടാക്കി തന്നതായത്. ഇനി മടക്കം വരുമ്പോ പറ വരുവാ. ഇത് ഉച്ചക്കെ തണുപ്പ് തുടങ്ങി കേട്ടോ. തണുപ്പുണ്ടായിട്ട് കുഴപ്പമില്ല, കോടയില്ലാണ്ട്. എന്താ വെച്ചാല് ഇത് നമ്മൾ എത്രയോ തവണ ഈ വഴിയിലെ കൂടി ഈ നാട്ടിലെ കൂടി വന്നുപോയി. ഇതില് ഇതാകുമ്പല്ലോ അല്ലേ. അത് ഇതില് കുതിനുള്ള കാട്ടിലെ മറ്റേ ഇതിൽ തന്നെയാണല്ലോ. അതല്ലേ പറഞ്ഞ. ഇതന്നെ ആട് പറഞ്ഞ ആടെയാരോ ഇല്ലല്ലേ. ശാന്തിയെല്ലാം ആനയും പുലിയും വരുന്ന വെച്ചിട്ട് കിഴി പാഞ്ഞു. സ്റ്റാൻഡ് എടുത്തത് എൻ്റെ അപ്പ എന്നറിയിക്കോ. നമ്മൾ ആരെങ്കിലും അടുപ്പിച്ചിട്ട് നിൽക്കുക അതൊന്നല്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രം കണ്ടില്ല. ഒരു മിനിറ്റ് താഴോട്ടൊന്നാ സംഭവം. എപ്പം കുന്നു വരുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കണേ. എപ്പം കുന്നു വരുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് ബാക്കോട്ട് ഒരിക്കലും ഇങ്ങനെ ചാഞ്ഞിരിക്കരുത്. മുന്നോട്ട് ഇങ്ങനെ ആക്കിയിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. ഏത് വണ്ടി പോകുമ്പോൾ പിന്നെ മുന്നിൽ നിന്ന് പൊന്തിക്കളിയില്ലേ, മുന്നിൽ വെയിറ്റ് കുറവല്ല, ഒന്നുമില്ലല്ലോ. കുഞ്ഞു വീടാണല്ലോ, അടിപൊളി വീടാണല്ലോ. സൈലന്റ് സ്ഥലമാണ്. കാരണം വെച്ചാൽ ഈ ഏകാന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം സുഖം അല്ലേ. ഒരാളെ ശല്യമില്ല. ഈ ഇവിടെയെല്ലാം പുലിയെല്ലാം ഇറങ്ങിന് പോലും കേട്ടോ. ഈ സ്ഥലത്തെല്ലാം പുലി ഇറങ്ങിന് പോലും മുമ്പിട്ട്. അതെ. ഏച്ചിയെ കൊന്നത് ഇതിനടുത്താ പഞ്ചാരക്കൊല്ലിന്റെ അപ്പുറം. പഞ്ചാരക്കൊല്ലി തന്നെ ആയി. ഓ അതെയാ, ഓ അതെയാ. നമ്മളാ മുടി ഇതാക്കി വേണ്ടിയാ. ഓൻ്റെ അല്ലേ. നിന്റെ വീട് ഇങ്ങോട്ട് എവിടെയാ? അപ്പുറം പോണോ? അപ്പൊ നീ എങ്ങനെ ഇടുന്ന് അങ്ങനെ വട്ടം കൂട്ടാൻ വരൂ? വേട്ടനാ? അതെയാ. വൈകിട്ടാക്കി തരും അല്ലേ. നമ്മളെ വിളിച്ചിട്ടവരുടെ ഇങ്ങൊക്കെ ഉണ്ടല്ലേ. നമ്മള് ഇതിനടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതൊന്നും നോക്കിയിട്ട് വന്നോ കേട്ടോ.
ഇപ്പം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം ഇരുടായതുകൊണ്ട്. നമുക്ക് പകൽ വന്നിട്ട് ദിവസം എടുക്കാം കേട്ടോ. ചെറിയൊരു ക്ഷേത്രമാണ്. അങ്ങോട്ടോ അല്ലേ? അതല്ലേ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാണ് ക്ഷേത്രം കേട്ടോ, ശ്രീകൃഷ്ണന്റെ ഒരു ടെമ്പിളാണ്. ഇതിലെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? ആ ഈട നമുക്ക് മൈതാനത്ത് നിന്ന് ഇരിക്കാമല്ലോ. ഈടെ എന്നാ സംഭവം? ഇത് കഞ്ഞിപ്പേരല്ലേ? ദോഷമൊന്നുമില്ല. അവിടെ എല്ലാ സമയത്തും ആളുണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാവരും പോയോ? വിളക്കത്തുണ്ടല്ലോ, ശാന്തി ഉണ്ടോന്ന് മറ്റ്. അപ്പുറം ഇത് ബാലാലയായിട്ട് ആക്കിയേക്കും ചിലപ്പോ. ആലയിക്കും ബാലാലയ. ദേവീൻ്റെയാ ക്ഷേത്രം? ചെറിയ ക്ഷേത്രം ഒന്നല്ല കേട്ടോ, വലിയ ക്ഷേത്രം. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതെ അതെ, ഉള്ളു പൊട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് ക്ഷേത്രം. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാ വലിയ ക്ഷേത്രമാണ്. പകല് വരുന്നതല്ല. അതെ, നല്ല സീനറിയും കിട്ടും, ഇതും കിട്ടും. മയിലും മാനിലുണ്ടാവും അല്ലേ? പിന്നെ അപ്പുറം എത്ര വണ്ടിക്കാണ് കൊടിയേറ്റം നോക്കണം ആദ്യം. ഇത്ര വണ്ടി സെക്കൻഡില്ല. നേരെ പോയാലോ? സുനിക്ക് അഭിനന്ദനങ്ങൾ. BJP ഏരിയ? കോൺഗ്രസും BJP അല്ലേ? BJP ന് അപ്പം പ്രിയ പരിചയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തന്നിട്ട് കാര്യമില്ല, ഒന്നും കാണാനുമില്ല. ഫുള്ള് കുഞ്ഞാക്കുഞ്ഞ ഇരിടാണ്. ഇതേ റോഡ് വരുമോ? മാനന്തവാടി വഴിയല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ വന്ന വഴിയിൽ നിന്ന് ഇപ്പുറം അല്ലേ? ഈ ബസ് സ്റ്റോപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? നേരെ പോയാൽ മാനന്തവാടി എത്തി അല്ലേ? അല്ല, ഞാൻ നേരത്തെ വന്നിനി, ഇങ്ങോട്ട് വന്നിനി. ഞാൻ രാവിലെ വന്നിട്ട് പോയതാണ്. ഇവിടെ തന്നെ.